CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് വർണ്ണാഭമായ തുടക്കം. പ്രതിനിധി സമ്മേളന നഗരിയായ കൊല്ലം ടൗൺ ഹാളിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. P. രാജീവ് പ്രസംഗം പരിഭാഷപ്പെടുത്തി. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയും 8-ന് നവകേരള രേഖയിലുള്ള ചർച്ചയും നടക്കും. പ്രവർത്തന റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയ്ക്ക് 8-ന് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രസീഡിയം നിയന്ത്രിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ്. സമ്മേളനം കൊടിയേറിയപ്പോൾ മുതൽ ചർച്ച ഇടത് സർക്കാരിന്റെ തുടർഭരണവും പിണറായി വിജയനും തന്നെ. മൂന്നാം ഭരണം ഉറപ്പെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ പിണറായി വിജയൻ നയിക്കുമോ എന്നത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പിണറായി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കി. മൂന്നാം തവണയും LDF ഭരണമെന്നത് ഒരു ടാഗ് ലൈനാക്കി മാറ്റുകയാണ് CPM നേതാക്കൾ. മൂന്നാം ഭരണമെന്ന ഒരുതരം പ്രതീതി സൃഷ്ടിക്കലാണ് കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ കാണുന്നത്. ഒരു നേതാവിലേക്ക് ചുരുങ്ങുന്ന പാർട്ടിയും ഒരു നേതാവിൽ കേന്ദ്രീകരിക്കുന്ന ചർച്ചകളുമാണ് നടക്കുന്നത്. സംഘടനയെ ഇടകീറി പരിശോധിക്കേണ്ട സമ്മേളന വേദിയിൽ പോലും അധികാര തുടർച്ചയ്ക്കാണ് പ്രാധാന്യം. 4 ദിവസത്തെ സമ്മേളനത്തിൽ 2 ദിവസത്തെ നടപടികളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചു തന്നെയാണ്. എന്നാൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ EP ജയരാജനും മന്ത്രി സജി ചെറിയാനുമെതിരെ കടുത്ത വിമർശനമാണുള്ളത്. മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമെന്നും EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പ്രവർത്തന വീഴ്ചകളിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. EP ജയരാജൻ സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നത് ഗൗരവതരമാണ്. സമ്മേളന സമയത്ത് മാത്രമാണ് EP സജീവമായതെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സജി ചെറിയാൻ രാജിവെക്കേണ്ട പശ്ചാത്തലം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മുകേഷിന്റെ അസാന്നിധ്യമാണ് സമ്മേളന നഗരിയിൽ ചർച്ചയായ മറ്റൊരു വിഷയം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാതെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള MLA ആയ മുകേഷ് വിട്ടുനിന്നത് വിമർശനമുയർത്തിയിട്ടുണ്ട്. മുകേഷ് ജില്ലയ്ക്ക് പുറത്താണ് ഉള്ളതെന്നാണ് വിവരം. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം പാർട്ടി പരിപാടികളിൽ മുകേഷ് പങ്കെടുത്തിട്ടില്ല. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനത്തിലാണ് അവസാനം പങ്കെടുത്തത്.